അപ്പോൾ മൊഡ്യൂൾ 5 നമ്മളുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ബ്രേക്കിംഗ് ഓഫ് ഇൻഡക്ഷൻ മോട്ടോർ. അപ്പോൾ മൊഡ്യൂൾ 5 നമ്മൾ ഡബിൾ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ പഠിച്ചു. ദെൻ നോ ലോഡ് ആൻഡ് ബ്ലോക്ക് റോട്ടർ ഇക്വലന്റ് സർക്യൂട്ട്, അതുപോലെ തന്നെ സ്പീഡ് കൺട്രോൾ ഓഫ് ഇൻഡക്ഷൻ മോട്ടോഴ്സ്, ബ്രേക്കിംഗ് മെത്തേഡ്സ്, ഇക്വാലന്റ് സർക്യൂട്ട്, ഡബിൾ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ, ഈ വക ടോപ്പിക്സ് ആണ് എടുത്തത്. ഓക്കെ, ഡബിൾ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ ഫസ്റ്റ് ക്ലാസ്, ഡബിൾ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ, പിന്നെ നമ്മൾ സ്പീഡ് കൺട്രോൾ ഓഫ് ഇൻഡക്ഷൻ മോട്ടോർ, വോൾട്ടേജ് കൺട്രോൾ മെത്തേഡ്, ഫ്രീക്വൻസി കൺട്രോൾ മെത്തേഡ്, പോൾ ചേഞ്ചിങ് മെത്തേഡ്. അത് പിന്നത്തെ ക്ലാസ് നോ ലോഡ് ആൻഡ് ബ്ലോക്ക് റോട്ടർ ടെസ്റ്റ്, ഹൗ ക്യാൻ വി ഡ്രോ ദ ഇക്വലന്റ് സർക്യൂട്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ബ്രേക്കിംഗ് ഓഫ് ഇൻഡക്ഷൻ മോട്ടോർ. ബ്രേക്കിംഗ് ഓഫ് വേറെ 12 ടോപ്പിക്കുകൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് പറയുന്നത് സ്പീഡ് കൺട്രോൾ ഓഫ് ഇൻഡക്ഷൻ മോട്ടോർ, ബ്രേക്കിംഗ് ഓഫ് ഇൻഡക്ഷൻ മോട്ടോർ, ഇതൊക്കെ ഷോർട്ട് ആൻസർ ക്വസ്റ്റൻ ആയിട്ട് മെസ്സേജ് ടൈപ്പ് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാവുന്ന കാര്യങ്ങളാണ്. ഡബിൾ സ്ക്വിറൽ എന്ന് പറഞ്ഞാൽ പറയാം, ഡബിൾ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ വർക്ക്, നോ ലോഡ് ആൻഡ് ബ്ലോക്ക് റോട്ടർ ടെസ്റ്റിൻ്റെ വർക്ക്, സ്പീഡ് കൺട്രോൾ ഓഫ് ഇൻഡക്ഷൻ മോട്ടോർ, ബ്രേക്കിംഗ് ഓഫ് ഇൻഡക്ഷൻ മോട്ടോർ. അപ്പോൾ ലാസ്റ്റത്തെ 2 മൊഡ്യൂളുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം ആലോചിക്കുക. ബ്രേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു വണ്ടിയുടെ ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ വണ്ടിയെ സ്റ്റോപ്പ് ആക്കാൻ വേണ്ടിയുള്ള സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ വെൻ വി വാണ്ട് ടു സ്റ്റോപ്പ് ദ വർക്കിംഗ് ഓഫ് ആൻ ഇൻഡക്ഷൻ മോട്ടോർ, ഈ സ്വിച്ച് ഓഫ് ദ സപ്ലൈ. സാധാരണ ഇതിലൊരു മോട്ടോർ ഓഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാറ്? സ്വിച്ച് ഓഫ് ചെയ്യും. സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ടക്ക് എന്ന് പറഞ്ഞ് നിൽക്കില്ല, അത് പതുക്കെ റൊട്ടേഷനാണ്, അത് സ്ലോലിയാണ് അത് റെസ്റ്റിലേക്ക് വരുള്ളൂ അല്ലേ. വെൻ വി വാണ്ട് ടു സ്റ്റോപ്പ് ദ വർക്കിംഗ് ഓഫ് എൻ ഇൻഡക്ഷൻ മോട്ടോർ, നോർമലി വി ആർ സ്വിച്ചിങ് ഓഫ് ദ സപ്ലൈ, ബട്ട് ഇറ്റ് വിൽ ടേക്ക് സം ടൈം ടു കം ടു റെസ്റ്റ് പൊസിഷൻ. In order to avoid this time delay, we are using different braking methods. Those are plugging or reverse voltage braking, dynamic braking and regenerative braking. അതായത് in order to stop an induction motor, normally what we are doing is we are switching off the supply. Then what happening is it will take some time to come to rest position. In order to avoid this time delay, we are using different braking methods. പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ആവാനായിട്ടുള്ളത്. മറ്റേത് സ്റ്റോപ്പ് ആകാനായിട്ട് വെറുതെ സ്വിച്ച് ഓഫ് ചെയ്യുക. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് പതുക്കെയാണ് 0 പൊസിഷനിലേക്ക് അല്ലെങ്കിൽ റെസ്റ്റിംഗ് പൊസിഷനിലേക്ക് വരിക. ഇപ്പോൾ ഒരു മോട്ടറിനെ സംബന്ധിച്ചിടത്തോളം സഡൻ ആയിട്ടുള്ള ഒരു സ്റ്റോപ്പ് പൊസിഷനിലേക്ക് വരാനായിട്ട് ഫസ്റ്റ് ഒരു മെത്തേഡ് പറയുന്നതാണ്. 3 മെത്തേഡുകൾ നമ്മൾ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് പ്ലഗിങ് ഓർ റിവേഴ്സ് വോൾട്ടേജ് ബ്രേക്കിംഗ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, വോൾട്ടേജ് റിവേഴ്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കുക. അതിൽ ആ ഫിഗർ കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഇവിടെ ഒരു ഫിഗർ ഉണ്ട്, അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊണ്ട് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. അതായത് 3 ഫേസ് സപ്ലൈ സ്റ്റാർട്ടർ വഴി മോട്ടറിലേക്ക് പോകണം. അവിടെ ഒരു TPDT സ്വിച്ച് ഉണ്ട് സെൻട്രലായിട്ട്. സോ TPDT സ്വിച്ച് കണക്ട്സ് ദ മോട്ടോർ either into starter or into auto transformer. ഈ TPDT സ്വിച്ച് ഒരു ഫസ്റ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് സ്റ്റാർട്ടറിലേക്ക് കണക്ഷൻ വരും. TPDT സ്വിച്ച് മറ്റേ സൈഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ഓട്ടോ ട്രാൻസ്ഫോമറിലേക്ക് കണക്ഷൻ വരും. ആ സപ്ലൈ സ്റ്റാർട്ടറിലേക്ക് വന്നിരിക്കുന്ന സപ്ലൈ നോക്കുക RBY, ഓട്ടോ ട്രാൻസ്ഫോമറിലേക്ക് വന്നിരിക്കുന്ന സപ്ലൈ നോക്കുക RYB. അപ്പോൾ റിവേഴ്സ് വോൾട്ടേജ് ബ്രേക്കിംഗ് ആണ്. വോൾട്ടേജിനെ റിവേഴ്സ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ മോട്ടറിനെ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ദ മോട്ടോർ. ഫോർ ദാറ്റ് വാട്ട് വി ഹാവ് ടു ഡു? ഫസ്റ്റ് ഓഫ് ഓൾ TPDT switch is put into starter side. TPDT switch is put into starter side. അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് ക്ലോസ് ചെയ്ത് വെക്കാം. Then close the TPS. Connections are done as per the figure. Put the TPDT switch into starter side. Then close the TPST switch. ഏറ്റവും ലെഫ്റ്റിലായിട്ട് കാണുന്ന TPST സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ RBY സപ്ലൈ സ്റ്റാർട്ടറിലേക്ക് വരും, RYB സപ്ലൈ ഓട്ടോ ട്രാൻസ്ഫോമറിൽ വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ നൗ ദ TPDT സ്വിച്ച് കണക്ട്സ് ദ മോട്ടോർ ഇൻ ടു സ്റ്റാർട്ടർ. ദർ ഈസ് നോ കണക്ഷൻ ബിറ്റ്വീൻ മോട്ടോർ ആൻഡ് ഓട്ടോ ട്രാൻസ്ഫോമർ ബിക്കോസ് നൗ ദ TPDT സ്വിച്ച് ഈസ് പുട്ട് ഇൻ ടു സ്റ്റാർട്ടർ പൊസിഷൻ. അപ്പോൾ എന്താ സംഭവിക്കുക? സപ്ലൈ ഈസ് പാസിംഗ് ടു ദ മോട്ടോർ ഫ്രം ദ സ്റ്റാർട്ടർ. സ്റ്റാർട്ടർ വഴിയാണ് സപ്ലൈ സ്റ്റേറ്റ് മോട്ടറിലേക്ക് വരുന്നത്. മോട്ടറിൻ്റെ എവിടേക്കാണ് വരിക? ഇൻഡക്ഷൻ മോട്ടറിൻ്റെ എവിടേക്കാണ് സപ്ലൈ വരിക? സ്റ്റേറ്ററിലേക്ക്. അപ്പോൾ റൊട്ടേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡായി മോട്ടർ വിൽ സ്റ്റാർട്ട്. അപ്പോൾ മോട്ടറിലേക്ക് വരുന്ന സപ്ലൈ മോട്ടറിൻ്റെ സ്റ്റേറ്ററിലേക്ക് വരുന്ന സപ്ലൈ എന്ന് പറഞ്ഞാൽ RBY ആണ്. അങ്ങനെ മോട്ടർ സാധാരണ മോട്ടറിൻ്റെ വർക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെൻ വി വാണ്ട് ടു സ്റ്റോപ്പ് ദ മോട്ടോർ സഡൻലി വി നീഡ് ടു ചേഞ്ച് ദ TPDT സ്വിച്ച്. പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ആക്കാൻ വേണ്ടിയിട്ട് വെറുതെ സ്വിച്ച് ഓഫ് ചെയ്യാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. ബൈ യൂസിങ് ദിസ് മെത്തേഡ് വി ഹാവ് ടു റിവേഴ്സ് ദ വോൾട്ടേജ്. ഫോർ ദാറ്റ് TPDT സ്വിച്ച് ഷുഡ് ബി പുട്ട് ഇൻ ടു ഓട്ടോ ട്രാൻസ്ഫോമർ പൊസിഷൻ. അപ്പോൾ ദർ ഈസ് എ ഡിസ്കണക്ഷൻ ബിറ്റ്വീൻ ഓട്ടോ മെഷീൻ ആൻഡ് സ്റ്റാർട്ടർ. നൗ ദ മോട്ടോർ connected to auto transformer with the help of TPDT switch. അപ്പോൾ ഏത് സപ്ലൈ? now the supply RYB supply is coming to its stator. when the motor is in connection with the starter, the supply to the stator winding of the motor is RBY. now the motor is connected into auto transformer side. auto transformerലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സ്റ്റേറ്ററിലേക്ക് വരുന്നത് RYB ആണ്. അപ്പോൾ ഏതെങ്കിലും 2 ലൈൻ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നൗ ദ ഡെവലപ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദ സ്റ്റേറ്റർ ഈസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടു ദാറ്റ് ഓഫ് ദി സ്റ്റാർട്ടർ സൈഡ്. സ്റ്റാർട്ടർ സൈഡിലേക്ക് കൊടുത്തിരുന്നപ്പോൾ കിട്ടിയിരുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള മാഗ്നറ്റിക് ഫീൽഡായിരിക്കും ഇവിടെ റൊട്ടേറ്റ് ചെയ്യാം.
എവിടെ ഇതിൻ്റെ സ്റ്റേറ്ററിൽ റൊട്ടേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് സ്റ്റാർട്ടർ സൈഡിലേക്ക് കൊടുത്തതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. സ്റ്റാർട്ടറിലേക്ക് വന്നത് RBY ആണെങ്കിൽ ഇവിടുത്തെ RYB ആണ്. സോ അപ്പോൾ ഇപ്പോൾ വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് നേരത്തെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് മൂലം ഡെവലപ്പ് ചെയ്യുന്ന ടോർക്ക് ഡെവലപ്ഡ് ബൈ ദ മാഗ്നറ്റിക് ഫീൽഡ് from the due to the auto transformer supply is just opposite to the magnetic field produced by the starter side. അപ്പോൾ സ്റ്റാർട്ടർ സൈഡിൽ നിന്ന് വരുന്ന സപ്ലൈ മൂലമുണ്ടായുള്ള റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് when this motor is connected to auto transformer. So the developed torque will also be in the opposite direction. അപ്പോൾ ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ടോർക്ക് മറ്റു ടോർക്കിനെ ഓപ്പോസ് ചെയ്യും ആൻഡ് സഡൻലി ദ മോട്ടർ വിൽ കം ഇൻ ടു റെസ്റ്റ്. ഇതാണ് റിവേഴ്സ് വോൾട്ടേജ് ബ്രേക്കിംഗ്. അപ്പോൾ പെട്ടെന്ന് തന്നെ മോട്ടോറിനെ ബ്രേക്ക്. ഇപ്പോൾ പടം വരയ്ക്കണം എന്നുള്ള കാര്യം നിർബന്ധമാണ്. പടത്തിൽ നോക്കിയിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. വോൾട്ടേജിനെ റിവേഴ്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം സ്റ്റാർട്ടർ സൈഡിലേക്ക് ഇടുക. അപ്പോൾ മോട്ടർ റൺ ചെയ്യും. ആഫ്റ്റർ ദാറ്റ് വി നീഡ് ടു put that switch into auto transformer side. Then reverse voltage is applied across the stator side. A magnetic field is developed which is opposite direction to that of the earlier magnetic field, and it develops a torque which is opposite direction to the earlier torque, and suddenly the motor comes into rest. Y torque മറ്റേ ടോർക്കിന് ഓപ്പോസ് ചെയ്യുമ്പോൾ ബ്രേക്കിംഗ് ടോർക്ക് will be developed and the motor will coming into rest position suddenly. ഓക്കെ, ഇതാണ് നമ്മളുടെ റിവേഴ്സ് വോൾട്ടേജ് ബ്രേക്കിംഗ് ഓർ പ്ലഗിങ്. റിവേഴ്സ് വോൾട്ടേജ് ബ്രേക്കിംഗ് ഓർ പ്ലഗിങ്. ഓക്കെ, അടുത്തത് ഡൈനാമിക് ബ്രേക്കിംഗ് ആണ്. ഡൈനാമിക് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുമുണ്ട് ഒരു DP/DT സ്വിച്ച് വിച്ച് കണക്ട്സ് ദ മോട്ടോർ ഐദർ ഇൻ ടു സ്റ്റാർട്ടർ പൊസിഷൻ ഓർ ഇൻ ടു റെക്ടിഫയർ സൈഡ്. അപ്പോൾ ഏറ്റവും ആദ്യം ഇൻ ഓർഡർ ടു സ്റ്റാർട്ട് ദ മോട്ടോർ വി ആർ കണക്റ്റിംഗ് അവർ motor to starter side with the help of TP/DT switch. That means TP/DT switch should be into starter side and supply is coming to the motor through the starter and motor starts to rotate. അപ്പോൾ സാധാരണ അതിൽ റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങി. ഇൻ ഓർഡർ ടു സ്റ്റോപ്പ് ദിസ് മോട്ടർ വാട്ട് വി ഹാവ് ടു ഡു, വി നീഡ് ടു ചേഞ്ച് ദ TP/DT switch into which side? Rectifier side. What is the function of rectifier? Rectifier converts AC into DC. It's a three-phase rectifier which converts three-phase AC into DC. അപ്പോൾ there is a resistance is provided in the rectifier side represented as RB, braking resistance, which is a controlling resistance. Okay, അപ്പോൾ the output of the rectifier voltage is applied across the stator winding. അങ്ങനെ വരുമ്പോൾ സപ്പോസ് ദ മോട്ടോർ ഈസ് എ സ്റ്റാർ കണക്റ്റഡ് സർക്യൂട്ട്. താഴത്തേക്ക് നോക്കുക, നമ്മൾ കൊടുക്കുന്ന DC മോട്ടറിലേക്ക് വരുമ്പോൾ 3 ഫേസിലേക്ക് വരില്ല. കാരണം 3 ഫേസിലേക്ക് വരണമെങ്കിൽ 3 സപ്ലൈ വരണം. DCയുടെ പോയിന്റ് എന്ന് പറയുന്നത് ഓൺലി 2 പ്ലസ് ആൻഡ് മൈനസ് ആണ്. സപ്പോസ് ദ മോട്ടോർ ഈസ് ഇൻ സ്റ്റാർ കണക്ഷൻ, ദാറ്റ് മീൻസ് ദ സ്റ്റേറ്റർ വൈൻഡിങ് ഈസ് ഇൻ സ്റ്റാർ കണക്ഷൻ. എങ്ങനെയാണ് വരിക നോക്കൂ, ഈ DC വോൾട്ടേജ് മൂലമുള്ള കറണ്ട് R ഫേസ് വഴി 2 ഫേസിലൂടെ മാത്രമേ പോവുള്ളൂ. ഒരു ഫേസ്, ഇപ്പോൾ R ഫേസ്, Y ഫേസ്, B ഫേസ് പറഞ്ഞെങ്കിൽ ദാറ്റ് ബ്രേക്കിംഗ് കറണ്ട് ഈസ് പാസിംഗ് ത്രൂ, അല്ലെങ്കിൽ റെക്ടിഫയർ കറണ്ട് ഈസ് പാസിംഗ് റെപ്രസെൻറ്റഡ് ആസ് IB ഈസ് പാസിംഗ് ത്രൂ 2 ഫേസസ്. ഒരു ഫേസിലൂടെ പോകുന്നില്ല, കാരണം ഈ ഫേസിലേക്ക് കണക്ഷൻ വരില്ല. പോസിറ്റീവ് അപ്ലൈ ചെയ്തിരിക്കുന്നത് മുകളിലത്തെ ടെർമിനൽ, നെഗറ്റീവ് അപ്ലൈ ചെയ്തിരിക്കുന്നത് താഴത്തെ ടെർമിനലാണ്. അപ്പോൾ R ഫേസിലേക്കും B ഫേസിലേക്കാണ്. ദർ ഈസ് നോ കറണ്ട് ഇൻ B ഫേസ്, ക്യാപിറ്റൽ ലെറ്റർ B ഫേസ്. അപ്പോൾ അതിൽ ഫേസ് കറണ്ട് ഇല്ല, 0. അപ്പോൾ ഇതിൽ കൂടെയാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നൗ എനിവേ കറണ്ട് ഈസ് പാസിങ് ത്രൂ ദ സ്റ്റേറ്റ്. ഇത് റോട്ടറി കൂടെ ഇല്ല, സോറി, സ്റ്റേറ്റർ സ്റ്റാർ ആണെങ്കിൽ, ഇനി സ്റ്റേറ്റർ ഡെൽറ്റ ആണെങ്കിൽ അത് നോക്കൂ. സ്റ്റേറ്റർ ഡെൽറ്റ ആണെങ്കിൽ റൈറ്റ് സൈഡിൽ നോക്കൂ. ഡെൽറ്റ ആണെങ്കിൽ IB സ്പ്ലിറ്റ് ചെയ്യും, എല്ലാ ഫേസിൽ കൂടെയും കറണ്ട് പാസ് ചെയ്യും. അപ്പോൾ 2 പാർട്ട് വന്ന് 2/3 IB 1/3 IB. ഓക്കെ, 2/3 IB എന്താ കാരണം, എന്താ ഈക്വലായിട്ട് വരാതിരിക്കാൻ കാരണം, അതായത് ഒരു സൈഡിലത്തെ ഒരു കോയിലും മറ്റേ 2 കോയിലുകൾ തമ്മിൽ സീരീസ് ആയിട്ട് വന്നിട്ട് ദാറ്റ് കോയിൽ ഈസ് കണക്റ്റഡ് അക്രോസ് ദ തേർഡ് ഫേസ്. അതായത് 1/3 IB എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഈ വൈൻഡിങ്ങിന് പാരലായിട്ടാണ് മറ്റ് 2 വൈൻഡിങ്ങുകൾ തമ്മിൽ സീരീസ് ആയിട്ട് വരിക. ക്ലിയർ അല്ലേ? ഡെൽറ്റ കണക്റ്റഡ് സർക്യൂട്ടിൻ്റെ 1/3 IB പാസ് ചെയ്യുന്ന ആ വൈൻഡിങ്ങിന് പാരലായിട്ട് 2/3 IB പാസ് ചെയ്യുന്ന മറ്റ് 2 വൈൻഡിങ്ങുകൾ സീരീസ് ആയിട്ട് അതിന് ക്രോസ് ആയിട്ട് വരും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ IB പാസ് ചെയ്യുന്നത് 1/3 IB, 2/3 IB, 1/3 IB എന്ന് അങ്ങനെ വന്നിട്ട് അതെവിടേക്കാണ് വീണ്ടും അത് ഫൈനൽ ഫേസിലേക്ക് വരുമ്പോൾ, അതായത് കണക്ഷൻ വരുന്ന ഫേസുകൾ മുകളിലത്തെയും കണക്ഷൻ വരുന്ന ലൈൻ എന്ന് പറയുന്നത് മുകളിലത്തെയും താഴത്തെയാണ്. അപ്പോൾ ആ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും IB 2 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഒരു പാർട്ട് 2/3 IB, മറ്റേ പാർട്ട് 1/3 IB. 2/3 IB നേരിട്ട് മൂന്നാമത്തെ ലൈനിലേക്ക് വരികയാണ്. ഈ 1/3 IB രണ്ട് ഫേസിലൂടെ കറങ്ങിയിട്ടാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ 2 ഫേസിലൂടെ കറങ്ങുന്നതുകൊണ്ടാണ് അതിൽ കൂടെ കറണ്ട് കുറയാൻ കാരണം. മറ്റേത് ഒരു ഫേസിൽ കൂടെ മാത്രമേ വരുള്ളൂ. 2/3 IB കറണ്ട് എന്ന് പറയുന്നത് IBന്ന്
ആ മൊത്തം കറണ്ടിൻ്റെ 2/3 ഭാഗം നേരിട്ട് മൂന്നാമത്തെ ലൈനിലേക്ക് വരും. പക്ഷേ 1/3 വരാൻ കാരണം അവിടെ 2 ഫേസിൽ കൂടെ പാസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് കൂടുതലായതുകൊണ്ട് ഈക്വൽ റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന 2 പാത്തുകളല്ല. 2/3 IB പ്രൊവൈഡ് ചെയ്യുന്ന ഫേസിൻ്റെ റെസിസ്റ്റൻസ് വളരെ കുറവും 1/3 IB പ്രൊവൈഡ് ചെയ്യുന്ന ഫേസിൻ്റെ ഇമ്പിഡൻസ് വളരെ കൂടുതലായതുകൊണ്ട് അതിൽ കൂടെ കുറച്ച് കറണ്ടേ പാസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിലൂടെ 2/3 IB. അപ്പോൾ 2/3 IB നേരിട്ട് മൂന്നാമത്തെ ലൈനിലേക്കും 1/3 IB മൂന്നാമത്തെ ലൈനിലേക്ക് ഞാൻ പറഞ്ഞത്. പക്ഷേ 2 ഫേസിൽ കൂടെ കറങ്ങിയിട്ടാണ് ഇതിലേക്ക് വരാൻ സർക്കുലേറ്റ് ചെയ്തിട്ടാണ് പറഞ്ഞത്. അപ്പോൾ 2/3 IB + 1/3 IB. അപ്പോൾ ഫസ്റ്റ് ലൈനിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടും IB, ലാസ്റ്റ് ലൈനിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടും IB. സെക്കൻഡ് ലൈനിൽ കറണ്ട് ഇല്ല, പക്ഷേ ഫേസിൽ കൂടെ അല്ലാത്ത ഫേസ് എന്ന് പറഞ്ഞാൽ വൈൻഡിങ്, ലൈൻ എന്ന് പറഞ്ഞാൽ വരകൾ, അതൊക്കെ അറിയാലോ. അപ്പോൾ IB 2/3 IB + 1/3 IB, അങ്ങനെ IB ഇതിൽ കൂടെ പാസ് ചെയ്യും. ഓക്കെ, എനിവേ നമ്മൾ റെക്ടിഫയർ സൈഡിലേക്ക് കണക്ട് ചെയ്തു. റെക്ടിഫയർ കഴിഞ്ഞാൽ റെക്ടിഫയറിൽ കൂടെ ഒരു കറണ്ട് റെക്ടിഫയർ സൈഡിലേക്ക് റെക്ടിഫൈ ചെയ്തിട്ടുള്ള DC ഈസ് പാസിംഗ് ത്രൂ ദ സ്റ്റേറ്റർ, വെദർ ഇറ്റ് ഈസ് സ്റ്റാർ കണക്ഷൻ or delta connection. Current is passing, DC current is passing through the stator winding. It develops a magnetic field which is a stationary magnetic field which is distributed uniformly across the air gap of the motor. ഓക്കെ, അപ്പോൾ ഈ DC കറണ്ടാണ് ഈ സ്റ്റാർ കണക്ഷൻ ആയാലും ശരി, ഡെൽറ്റ കണക്ഷൻ ആയാലും ശരി, സ്റ്റേറ്റർ വൈൻഡിങ് കൂടെ പാസ് ചെയ്യുന്നത്, സ്റ്റാർ കണക്ഷൻ ആയാലും ഡെൽറ്റ കണക്ഷൻ ആയാലും. അപ്പോൾ അതൊരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഡിസ്ട്രിബ്യൂട്ടഡ്, ആ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി മാഗ്നറ്റിക് ഫീൽഡ് ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി അക്രോസ് ദ എയർ ഗ്യാപ്പ്. അപ്പോൾ റോട്ടോർ വൈൻഡിങ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ റോട്ടോർ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ റോട്ടോറിലുള്ള കോപ്പർ സ്ട്രിപ്പുകൾ അല്ലെങ്കിൽ കോപ്പർ ബാറുകൾ is under the influence of the stationary magnetic field. Due to the influence of the stationary magnetic field produced by DC, അതായത് റെക്ടിഫയറിലൂടെ വന്നിട്ടുള്ള DC മൂലം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് എ കറണ്ട് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ റോട്ടോർ കണ്ടക്ടേഴ്സ്. ദിസ് കറണ്ട് സെറ്റ്സ് അപ്പ് അനദർ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ദിസ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഓൾസോ സ്റ്റേഷനറി വിത്ത് റെസ്പെക്ട് ടു ദ സ്റ്റേഷനറി മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഈസ് ഇൻ ദ എയർ ഗ്യാപ്പ്. The interaction between these two magnetic fields possesses a braking torque on the rotor and the rotor will come into rest position. മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടോ എന്ന് ഞാൻ പറയാം. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ മെഷീൻ സ്റ്റാർട്ടർ സൈഡിലേക്ക് ഇട്ട് ദ മെഷീൻ വിൽ സ്റ്റാർട്ട് ടു റൊട്ടേറ്റ്. ആഫ്റ്റർ ദാറ്റ് TPDD switch should be put into rectifier side. Then the rectified current is passing through star connected circuit or delta connected circuit. ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അവിടെ പറഞ്ഞു. സ്റ്റാർ ആയി കഴിഞ്ഞാൽ എങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുക, ഡെൽറ്റ ആയി കഴിഞ്ഞാൽ എങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുക. ഡെൽറ്റ ആകുമ്പോൾ 2/3 IB 1/3 IB കാരണം 1/3 IB എന്ന് പറയുന്നത് 2 ഫേസിൽ കൂടെ പാസ് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ഇമ്പിഡൻസ് കൂടും. അതുകൊണ്ടാണ് അതിൽ കൂടെ കുറച്ച് കറണ്ട് വരാനായിട്ട് കാരണം. എനിവേ ഫസ്റ്റ് ലൈനിലും ലാസ്റ്റ് ലൈനിലും മാത്രമേ കറണ്ട് ഉള്ളൂ. ഇൻ സ്റ്റാർ ആയാലും ഡെൽറ്റ ആയാലും ഇങ്ങനെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ദാറ്റ് പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഈസ് നോട്ട് എ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്, വിച്ച് വിൽ ബി എ സ്റ്റേഷനറി മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി അക്രോസ് ദ എയർ ഗ്യാപ്പ്. Magnetic field produced by DC will be a stationary magnetic field which is distributed uniformly across the air gap of the motor. Due to the influence of this stationary magnetic field of the എയർ ഗ്യാപ്പ്, ഈ സ്റ്റേഷനറി മാഗ്നറ്റിക് ഫീൽഡ് എയർ ഗ്യാപ്പിലുള്ളതിൻ്റെ അതിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് an EMF is induced in the rotor of the squirrel cage induction motor or slip ring induction motor. അപ്പോൾ അതിലൊരു EMF ഉണ്ടാവും, അതിലൊരു കറണ്ട് ഉണ്ടാവും പിന്നീട് അത് ക്ലോസ് ആയതുകൊണ്ട്. അപ്പോൾ ദിസ് കറണ്ട് സെറ്റ്സ് അപ്പ് അനദർ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ റോട്ടോറിലുള്ള കറണ്ട് മൂലം ഒരു മാഗ്നറ്റിക് ഫീൽഡ് സെറ്റപ്പ് ചെയ്യും വിച്ച് ഈസ് ഓൾസോ സ്റ്റേഷനറി വിത്ത് റെസ്പെക്ട് ടു ദ സ്റ്റേഷനറി മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദ എയർ ഗ്യാപ്പ് ഓഫ് ദ മോട്ടോർ. ഡ്യൂ ടു ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദീസ് ടു മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ സ്റ്റേഷനറി മാഗ്നറ്റിക് ഫീൽഡ് എയർ ഗ്യാപ്പിൽ ഉണ്ടായി, DC പ്രൊഡ്യൂസ് ചെയ്ത മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റേഷനറി മാഗ്നറ്റിക് ഫീൽഡ് എയർ ഗ്യാപ്പിൽ വന്നു. അതിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് റോട്ടോറിലൊരു EMF ഉണ്ടായി, ക്ലോസർ ആയതുകൊണ്ട് കറണ്ട് ഉണ്ടായി. ആ കറണ്ട് മൂലം ഇറ്റ് ഓൾസോ ഡെവലപ്സ് അനദർ മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഈസ് ഓൾസോ സ്റ്റേഷനറി വിത്ത് റെസ്പെക്ട് ടു സ്റ്റേറ്റർ. ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദീസ് ടു മാഗ്നറ്റിക് ഫീൽഡ്സ്, ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദീസ് ടു മാഗ്നറ്റിക് ഫീൽഡ്, ഇത് നമ്മുടെ ഇൻട്രാക്ഷൻ കാരണം ദ മോട്ടോർ വിൽ കം ഇൻ ടു റെസ്റ്റ് പൊസിഷൻ. അതായത് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദീസ് ടു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസസ് എ ബ്രേക്കിംഗ് ടോർക്ക് ഓൺ ദ മോട്ടോർ ആൻഡ് ദസ് ദ മോട്ടോർ വിൽ കം ഇൻ ടു റെസ്റ്റ് പൊസിഷൻ. ഓക്കെ, ഇതാണ് ഡൈനാമിക് ബ്രേക്കിംഗ്. ഓക്കെ, നെക്സ്റ്റ് റീജനറേറ്റീവ് ബ്രേക്കിംഗ്. അപ്പോൾ മറ്റ് രണ്ട് ബ്രേക്കിങ്ങുകൾ മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഥ പോലെ പറയാം. അതായത് സപ്പോസ് വെഹിക്കിൾ ഈസ് മൂവിങ് ഇൻ എ ലെവൽ ട്രാക്ക്. അതായത് നിരപ്പായിട്ടുള്ളൊരു ട്രാക്കിലൂടെ ഒരു വെഹിക്കിൾ മൂവ് ചെയ്യാണ്. വെഹിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് ഇഫ് എ വെഹിക്കിൾ മൂവ്സ് ഇൻ എ ലെവൽ ട്രാക്ക് ആൻഡ് ഇറ്റ് ഈസ് ഡ്രിവൺ ബൈ ആൻ ഇൻഡക്ഷൻ മോട്ടോർ. ആ വെഹിക്കിളിനെ ഓടിക്കുന്നത്, അപ്പോൾ വെഹിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡ്രിവൺ ബൈ ആൻ ഇൻഡക്ഷൻ മോട്ടോർ. ആ ഇൻഡക്ഷൻ മോട്ടോർ ഈസ് ഡ്രോയിങ് ഇലക്ട്രിക്കൽ പവർ ഫ്രം ദ ലൈൻ ഓർ ഗ്രിഡ്. മനസ്സിലായില്ലേ? ദ വെഹിക്കിൾ ഈസ് മൂവിംഗ് ത്രൂ എ ലെവൽ ട്രാക്ക്. ദ വെഹിക്കിൾ ഈസ് ഡ്രിവൺ ബൈ ആൻ ഇൻഡക്ഷൻ മോട്ടോർ വിച്ച് റിസീവ്സ് ഇലക്ട്രിക്കൽ സപ്ലൈ ഫ്രം ദ ലൈൻ ഓർ ഗ്രിഡ്. അപ്പോൾ ലൈനിൽ നിന്ന് ഇൻഡക്ഷൻ മോട്ടറിലേക്ക്, ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഔട്ട്പുട്ടാണ് മെക്കാനിക്കൽ എനർജി, അത് ഈ വെഹിക്കിളിലേക്ക് കൊടുത്തിട്ട് വെഹിക്കിൾ ഇങ്ങനെ ലെവൽ ട്രാക്കിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക.
മനസ്സിലായില്ലേ? ഇഫ് എ വെഹിക്കിൾ മൂവ്സ് ഇൻ എ ലെവൽ ട്രാക്ക് എന്ന് വെച്ചാൽ നിരപ്പായിട്ടുള്ള ട്രാക്ക്, ആൻഡ് ഇറ്റ് ഈസ് ഡ്രിവൺ ബൈ ദി ഇൻഡക്ഷൻ മോട്ടോർ വിച്ച് ഹാസ് ആൻ ഇലക്ട്രിക്കൽ ഇൻപുട്ട് ഫ്രം ദ ലൈൻ ഓർ ഗ്രിഡ് and this induction motor gives mechanical energy to the vehicle. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടോർ receives electrical energy from the line or grid. This induction motor gives mechanical energy to the vehicle and the vehicle moves in the level track. അപ്പോൾ നോർമലായിട്ട് കാര്യങ്ങൾ പോകണം. ഇനി സപ്പോസ് the vehicle is moving in a downward track, ഒരു കുത്തനെയുള്ള ഒരു സ്ലോപ്പ്, ഡൗൺവേർഡ് ആയിട്ടുള്ള ട്രാക്ക്, ലെവൽ ട്രാക്ക് അല്ല, ഡൗൺവേർഡ് ട്രാക്ക്, കുത്തനെയുള്ള ഒരു ട്രാക്കിലൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? നമുക്ക് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ സപ്പോസ് ദെയർ ഈസ് നോ കണക്ഷൻ ബിറ്റ്വീൻ ഈ ഡൗൺവേർഡ് ട്രാക്കിലായിരിക്കുന്ന സമയത്ത് മോട്ടർ ഇല്ല എന്ന് വിചാരിക്കാം. വെറുതെ വെഹിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ല സ്പീഡിലായിരിക്കും, കാരണം സ്ലോപ്പായിട്ടാണ് താഴ്ത്തിക്കാണ് പോകണം. അപ്പോൾ നമുക്കറിയാൻ വേണ്ടി നല്ല സ്പീഡിൽ പോകുന്നുള്ളത്. കാരണം എന്താ? അപ്പോൾ അവിടെ നിന്ന് എവിടെ മെക്കാനിക്കൽ എനർജി എങ്ങനെയാണ് കിട്ടുന്നത്? ലെവൽ ട്രാക്കിലായിരുന്നപ്പോൾ മെക്കാനിക്കൽ എനർജി കൊടുക്കാൻ ഇൻഡക്ഷൻ മോട്ടർ ഉണ്ടായിരുന്നു. സപ്പോസ് ദ വെഹിക്കിൾ ഈസ് മൂവിങ് ഇൻ ദ ഡൗൺവേർഡ് ട്രാക്ക്, ദർ ഈസ് നോ മോട്ടോർ ഈസ് കണക്റ്റഡ് ടു ദർ ഈസ് നോ ഇൻഡക്ഷൻ മോട്ടോർ ഈസ് കണക്റ്റഡ് ടു ദ വെഹിക്കിൾ. സോ മെക്കാനിക്കൽ എനർജി ഈസ് ഡ്യൂൺ ബൈ മെക്കാനിക്കൽ എനർജി ഈസ് ഗിവിംഗ് ടു ദിസ് വെഹിക്കിൾ ഡ്യൂ ടു ഗ്രാവിറ്റേഷൻ. അപ്പോൾ ഗ്രാവിറ്റി മൂലം അതിനെന്ത് കിട്ടും? ഒരു മെക്കാനിക്കൽ എനർജി കിട്ടും. അതുകൊണ്ട് തന്നെ നല്ല സ്പീഡിൽ ഇങ്ങനെ താഴത്തേക്ക് പോകും. അപ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് മെക്കാനിക്കൽ എനർജി പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇൻഡക്ഷൻ മോട്ടോർ വേണ്ട. ഓക്കെ, അപ്പോൾ നല്ല സ്പീഡിലേക്ക് പോകും. പക്ഷേ അവിടെ കൺട്രോൾ ചെയ്യാനായിട്ട് കൺട്രോൾ ഇല്ലാണ്ട് ഇങ്ങനെ നല്ല സ്ലോപ്പ് ആണെങ്കിൽ, നല്ല ഡൗൺവേർഡ് ട്രാക്ക് ആണെങ്കിൽ ഭയങ്കര സ്പീഡിൽ പോകും. സോ ദർ ഈസ് നോ കൺട്രോൾ ഓവർ ദ വെഹിക്കിൾ. അപ്പോൾ ഈ ഡൗൺവേർഡ് ട്രാക്കിലൂടെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്തില്ല? കൺട്രോൾ ഇല്ല, ബിക്കോസ് ദർ ഈസ് നോ ഇൻഡക്ഷൻ മോട്ടോർ ഈസ് കണക്റ്റഡ്. സപ്പോസ് ദ ഇൻഡക്ഷൻ മോട്ടോർ ഈസ് ഓൾസോ കണക്റ്റഡ് ടു ദിസ് വെഹിക്കിൾ വിച്ച് ഈസ് മൂവിങ് ഇൻ ദ ഡൗൺവേർഡ് ട്രാക്ക്. ഇത് നമ്മൾ വേറൊരു ഇമാജിനേഷൻ. ഡൗൺവേർഡ് ട്രാക്കിൽ ഇൻഡക്ഷൻ മോട്ടോർ കണക്ട് ചെയ്തിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ എന്താ ഒരു ഗുണമുണ്ട്. എന്താ ഗുണം? ഇപ്പോഴും ഗ്രാവിറ്റേഷൻ എടുത്ത് വെച്ചിട്ട് പോകുമ്പോൾ അപ്പോൾ മെക്കാനിക്കൽ എനർജി ഈസ് അക്വയറിംഗ് ഡ്യൂ ടു ദ വെഹിക്കിൾ ഈസ് അക്വയറിംഗ് മെക്കാനിക്കൽ എനർജി ഡ്യൂ ടു ഗ്രാവിറ്റി. വെഹിക്കിൾ ഈസ് അക്വയറിംഗ് മെക്കാനിക്കൽ എനർജി ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ വെഹിക്കിൾ ഈസ് അക്വയറിംഗ് മെക്കാനിക്കൽ എനർജി ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ നല്ല സ്പീഡിൽ അപ്പോൾ മെക്കാനിക്കൽ എനർജി അതിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സംഭാവന വേണ്ട. ഇൻഡക്ഷൻ മോട്ടർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സംഭാവന അതിന് ആവശ്യമില്ല. ഇൻഡക്ഷൻ മോട്ടറിൻ്റെ മെക്കാനിക്കൽ എനർജിയുടെ കോൺട്രിബ്യൂഷൻ അതിന് ആവശ്യമില്ല. വെഹിക്കിൾ നല്ല സ്പീഡിൽ ഇങ്ങനെ മൂവ് ചെയ്തോളും. അപ്പോൾ വെഹിക്കിൾ നല്ല സ്പീഡിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ എക്സസ് ആയിട്ടുള്ള മെക്കാനിക്കൽ എനർജി, നല്ല മെക്കാനിക്കൽ എനർജി കിട്ടിയത് ഇത് തിരിച്ച് എവിടേക്ക് കൊടുക്കും? ഈ ഇൻഡക്ഷൻ മോട്ടറിലേക്ക് കൊടുക്കും. ബിക്കോസ് നൗ ദ ഇൻഡക്ഷൻ മോട്ടർ ഇസ് കണക്റ്റഡ് ടു വെഹിക്കിൾ. അപ്പോൾ നൗ ദ ഇൻഡക്ഷൻ മോട്ടോർ ആക്ട്സ് ആസ് എ ജനറേറ്റർ ബിക്കോസ് ഇറ്റ് റിസീവ്സ് മെക്കാനിക്കൽ എനർജി ആൻഡ് ഇറ്റ് ഗീവ്സ് ഇലക്ട്രിക്കൽ എനർജി ടു ദ ലൈൻ ഓർ ഗ്രിഡ്. തിരിച്ച് ഗ്രിഡിലേക്ക് പവർ തിരിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ നോക്കൂ, രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന്, ഇലക്ട്രിക്കൽ ലൈനിലേക്ക് പവർ കിട്ടും, ഇലക്ട്രിക്കൽ പവർ കിട്ടും. രണ്ട്, ഇതിൻ്റെ ഒരു കൺട്രോൾ. ഇതിന് എക്സസ് ആയിട്ടുള്ള മെക്കാനിക്കൽ എനർജി ഈ ഇൻഡക്ഷൻ മെഷീൻ വലിച്ചെടുത്തിട്ട് അത് കൺവെർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി ആൻഡ് ദാറ്റ് എനർജി ഈസ് പാസിംഗ് ടു ദ ലൈൻ ഓർ ഗ്രിഡ്. അപ്പോൾ രണ്ടുണ്ട് മെച്ചം. ഇലക്ട്രിക്കൽ എനർജി ഗ്രിഡിലേക്ക് കിട്ടുകയും ചെയ്യും, അതേസമയം ദർ ഈസ് എ കൺട്രോൾ ഓവർ ദ വെഹിക്കിൾ. അപ്പോൾ ഇത് റീജനറേഷൻ നടക്കുകയാണ്. എക്സസ് ആയിട്ടുള്ള മെക്കാനിക്കൽ എനർജി റീജനറേറ്റ് ചെയ്തിട്ട് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ സ്പീഡിലൊന്ന് കുറവ് വരുത്താൻ ഒരു ബ്രേക്കിംഗ് പവർ കൊടുക്കാനും സാധിക്കും. അവിടെ സ്റ്റോപ്പ് ചെയ്യാന്നുള്ള അർത്ഥത്തിലല്ല, ദർ ഈസ് എ കൺട്രോൾ ഓവർ ദ വെഹിക്കിൾ. ദിസ് ഈസ് റീജനറേഷൻ.